പ്രിയ കുട്ടികളെ, അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റിൻ്റെ അവസാനത്തെ പാഠഭാഗത്തിലേക്ക് സ്വാഗതം. ഈ യൂണിറ്റിൻ്റെ പേര് തന്നെ അരങ്ങും പൊരുളും എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ആ പ്രവേശകത്തിന് ഇണങ്ങുന്ന ഏറ്റവും പറ്റിയ ഒരു പാഠഭാഗമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. ഒരു നാടകമാണ്. ഈ നാടകത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇതൊരു തനത് നാടകമാണ്, പരീക്ഷണ നാടകമാണ്, നാടകത്തിൻ്റെ ഏറ്റവും പുതിയ മുഖമാണ്. അതിൻ്റെ വക്താക്കളായിരുന്നു ഡോക്ടർ വൈല വാസുദേവപിള്ള. അദ്ദേഹത്തിൻ്റെതാണ് ഈ നാടകം. കാവാലം നാരായണ പണിക്കർ, അവരൊക്കെ അത്തരം നാടകങ്ങളുടെ വക്താക്കളായിട്ട് നിലനിന്നിരുന്നവരാണ്. എന്താണ് ഈ നാടകങ്ങളുടെ പ്രത്യേകത? ഈ നാടകങ്ങൾക്ക് പ്രത്യേകിച്ച് സ്റ്റേജ് വേണമെന്നില്ല, പ്രത്യേകിച്ചൊരു വേദി വേണമെന്നില്ല, എവിടെ വേണമെങ്കിലും ഇത് അവതരിപ്പിക്കാം. കഥാപാത്രങ്ങൾക്ക് ചിലപ്പോൾ കാണികളുടെ കൂട്ടത്തിലേക്ക് ഇറങ്ങിപ്പോയി എന്നിരിക്കാം, കാണികളിൽ നിന്ന് ആരെങ്കിലും കഥാപാത്രമായി മാറിയേക്കാം. സാധാരണ നാടകങ്ങളുടെ സ്റ്റേജ് തുടങ്ങിയ കാര്യങ്ങളുള്ള പ്രത്യേക ചിട്ടവട്ടങ്ങളൊന്നും പാലിക്കണമെന്ന് നിർബന്ധമില്ലാത്ത നാടകങ്ങളാണ് പരീക്ഷണ നാടകങ്ങൾ. ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, 5ലും 6ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളുകളിൽ ആനിവേഴ്സറി വരുമ്പോഴും യൂത്ത് ഫെസ്റ്റിവൽ വരുമ്പോഴൊക്കെ നാടകം കളിക്കാറുണ്ട്. അന്ന് ഇത്തരം നാടകങ്ങളില്ല. അന്നുള്ളത് പ്രൊഫഷണൽ നാടകങ്ങളാണ്. നമ്മളിപ്പോൾ ഇന്ന് നമുക്ക് പരിചയമുണ്ട്. നാടകത്തിന് ഏറ്റവും ജനകീയമായൊരു മുഖം ഇപ്പോൾ KPSC പോലെയുള്ള, തോപ്പിൽ ഭാസിയുടെയൊക്കെ നാടകങ്ങൾ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി പോലെയുള്ള നാടകങ്ങൾ, നാടകഗാനങ്ങൾ ഒക്കെ ജനകീയമായിരുന്നൊരു കാലം. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് തനത് നാടകങ്ങളാണ്, പരീക്ഷണ നാടകങ്ങളാണ്. കുട്ടികൾ ഈ പ്രത്യേകിച്ച് വേദികളോ അല്ലെങ്കിൽ സ്റ്റേജുകളോ തയ്യാറെടുപ്പോ ഒന്നും ഇല്ലാതെ എവിടെയെങ്കിലുമൊക്കെ വന്ന് അവതരിപ്പിക്കുന്ന നാടകങ്ങൾ. നമ്മുടെ സമൂഹത്തിലെ ഏതെങ്കിലും വിഷയങ്ങൾ, കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ പ്രതീകാത്മകമായി അവതരിപ്പിക്കുകയാണ് അതിൻ്റെ ഒരു രീതി. നിങ്ങൾ തന്നെയാണെങ്കിൽ ഇപ്പോൾ ഫ്ലാഷ് മോബ്, മയം എന്നുള്ള രീതിയിൽ പുതിയ രീതിയിലൊക്കെ പരിപാടികൾ റോഡിൻ്റെ അരികിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും ഇപ്പോൾ ലഹരി വിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നടത്താറുണ്ട്. അത് ഈ നാടകത്തിൻ്റെ ഏറ്റവും ഒരു പുതിയ മുഖമാണെന്ന് പറയാം. ആളുകളുടെ ശ്രദ്ധയാകർഷിക്കാൻ, പൊതുജനങ്ങളുടെ ശ്രദ്ധയാകർഷിക്കാൻ നേരിട്ടുള്ള ഒരു ഇടപെടലാണ് തനത് നാടകം. അത്തരത്തിലുള്ള ഒരു തനത് നാടകമാണ് പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. ഇവിടെ ചില കാര്യങ്ങൾ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇപ്പം നേരിട്ട് പറയാതെ ചില ബിംബങ്ങളിലൂടെ, സിംബൽസിലൂടെ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ നാടകത്തിൽ നടത്തുന്നത്. പ്രധാനമായും പ്രകൃതി. നമുക്ക് എപ്പോഴും അറിയാം, പ്രകൃതി ചൂഷണം, പ്രകൃതിയെ ദുരുപയോഗം ചെയ്യുക. മനുഷ്യൻ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, പുഴകൾ നദികൾ മലിനമാക്കുന്നു, മണൽ വാരി അതിനെ അപകട കയങ്ങളാക്കി മാറ്റുന്നു, മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു, അല്ലേ? എത്രയും അപകടകരമായൊരവസ്ഥയിലേക്ക് മനുഷ്യൻ നീങ്ങുന്നുണ്ട്. പരിസ്ഥിതിയെ മുറിപ്പെടുത്തുക, വേദനിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെതിരെയുള്ള ശക്തമായൊരു അവബോധമാണ് ഈ നാടകത്തിൻ്റെ ത്രെഡ് എന്ന് നമുക്ക് പറയാം. ഈ നാടകത്തിൻ്റെ പ്രധാന പ്രമേയം അതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നേരിട്ട് പറയാതെ ചില സിംബൽസിലൂടെ നമ്മളെ അറിയിക്കാനാണ് നാടകകൃത്ത് ആഗ്രഹിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങൾ, ഒരു പക്ഷി ശാസ്ത്രജ്ഞനാണ് പ്രധാന കഥാപാത്രം. നായകൻ നമുക്ക് പറയാം, അയാൾ അന്ധനാണ്, കാഴ്ചയില്ലാത്തത് കൊണ്ട് കൂടുതൽ കാണാൻ കഴിയുന്നു എന്നാണ് അയാൾ പറയണത്. അക്കിത്തത്തിൻ്റെ വളരെ പ്രശസ്തമായ വരികളുണ്ട്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം എന്നാണ്. ഇരുട്ടാണ് നല്ലത് എന്ന് പറയുന്ന 2 വരി കവിതയുണ്ട്. വളരെയധികം വ്യാഖ്യാനിക്കപ്പെട്ട അല്ലെങ്കിൽ വളരെയധികം ഉദ്ധരിക്കപ്പെട്ട ഈരടികളാണത്. എന്താണ് അതിനർത്ഥം? കൂടുതൽ അറിയുന്നതോടെ ദുഃഖമുണ്ടാവുന്നു എന്നാണ്. ലോകത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, അല്ലേ, സത്യങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാവുന്നു എന്നാണ്. അതുപോലെയാണ് നമ്മുടെ ഈ അന്ധനായ പക്ഷിശാസ്ത്രജ്ഞൻ. അയാളൊരു യോഗീവര്യനാണ്. വേണമെങ്കിൽ നമുക്ക് അയാൾക്ക് ഗാന്ധിജിയുടെ വ്യക്തിത്വം ആരോപിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ക്രിസ്തുവിനെ കാണാം, അല്ലേ? നമ്മുടെ ഭൂമിയിൽ ജീവിച്ചു പോയ വിശുദ്ധരായ നന്മയുള്ള നല്ല മനുഷ്യരുടെ പ്രതിനിധിയാണ് പക്ഷിശാസ്ത്രജ്ഞൻ. അയാളോടൊപ്പമുള്ളത് കുറച്ച് പക്ഷികളാണ്, നിഷ്കളങ്കരായ പക്ഷികൾ. പിന്നെ അവിടെ ഉള്ളത് കുറച്ച് വെളുത്ത പൂക്കളാണ്. ഇത്രയാണ് നമ്മൾ നാടകത്തിൽ ആദ്യം കാണുന്നത്. ഈ പക്ഷികളും പക്ഷിശാസ്ത്രജ്ഞരും എവിടെയോ പോയിരിക്കുകയായിരുന്നു. അവർ തീറ്റ തേടിയും പാട്ടുപാടി. അവരിങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് വസിക്കുന്നവരല്ല. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ വീടില്ല. അവർക്ക് ചുറ്റുണ്ടായിരുന്ന മരങ്ങളൊക്കെ ആരെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. ഇപ്പോഴുള്ളത് ഒരു അരയാലിൻ്റെ മരം മാത്രമാണ്. അതിൻ്റെ ചുവട്ടിലാണ് അവർ അഭയം തേടിയത്. അതിന് ചുറ്റും നിങ്ങൾക്ക് ആ പുസ്തകത്തിൽ കാണാം, ചിത്രത്തിൽ ചില മരങ്ങളൊക്കെ ഛേദിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അവിടെ അവർ അഭയം തേടി വരുന്നു. അപ്പോൾ അവർക്ക് ഒരു വ്യസനമാണ്. കാരണം എന്ത് സംഭവിച്ചു? തങ്ങളുടെ വീടിന്, തങ്ങൾ താമസിച്ചിരുന്നതിന് ആരാണിത് നഷ്ടപ്പെടുത്തിയത്? അതാണ് ഏറ്റവും വലിയ ചോദ്യം. ആരാണ് ഞങ്ങളുടെ ആവാസ കേന്ദ്രങ്ങൾ തല്ലി തകർത്തത് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് വിശക്കുന്നുണ്ട്, ആഹാരം വേണം. നെൽക്കതിരുകൾ കാണാനില്ല, ചുറ്റും ഇങ്ങനെയാണ്. ചുറ്റും ഇപ്പോൾ ഒന്നും കാണാനില്ല. ഈ വന്യമായ മരുഭൂമി പോലെ അവർക്ക് തോന്നണത്.
അപ്പോൾ പക്ഷിശാസ്ത്രജ്ഞൻ അവരോട് പറയുന്നു, പക്ഷിശാസ്ത്രജ്ഞൻ ദുഃഖിതനാണ്. കാരണം അയാളുടെ ഈ കൂട്ടത്തിൽ നിന്ന്, അയാളുടെ ഈ മക്കൾ, ഈ പക്ഷിക്കൂട്ടങ്ങളിൽ നിന്ന് ഒരു പക്ഷിക്കുഞ്ഞ് പറന്നുപോയി. സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ട് അവൻ്റെ സ്വർണ്ണച്ചിറകുകളൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് എവിടേക്കോ പോയി. അവനെ തേടിയുള്ള കാത്തിരിപ്പാണ് ഈ പക്ഷിശാസ്ത്രജ്ഞൻ. അയാൾ അവനെ കാത്തിരിക്കുന്നു. തന്നിൽ നിന്ന് പിണങ്ങിപ്പോയ തൻ്റെ മകൻ, തൻ്റെ ശിഷ്യൻ തിരിച്ചു വരണം എന്നുള്ളൊരു പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നയാളാണ് പക്ഷിശാസ്ത്രജ്ഞൻ. അയാൾ തൻ്റെ ശിഷ്യഗണങ്ങളോട് പറയുന്നു, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി നെൽക്കതിരുകൾ ശേഖരിക്കുക, എനിക്ക് ഒരു കതിര് കൊണ്ടുവരിക എന്നാണ് അയാൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എവിടെയാണ്. പിന്നെ അവർ കാണുന്നത് നെൽക്കതിരുകൾക്കൊരു ഉടമയുണ്ട്. ആ ഉടമയായ അവർ വല്ലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു കിങ്കരനെ പോലെ കയ്യിൽ അമ്പും വില്ലുമായിട്ടൊക്കെ നടക്കുന്ന ഒരു മനുഷ്യനാണത്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നില്ല, അമ്പും വില്ലുമായി നടക്കുന്ന ഒരു ജീവിയാണത്, അല്ലേ? അയാളുടെ കയ്യിൽപ്പെട്ടാൽ തങ്ങളെ ഇല്ലാതാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴും പക്ഷിശാസ്ത്രജ്ഞൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്, നിങ്ങൾ പോവുക, നെൽക്കതിരുകൾ കൊത്തുക എന്ന് പറഞ്ഞിട്ട്. അവർ കതിരുകൾ കൊത്താൻ പോകുന്നു. അതിനിടയ്ക്ക് പക്ഷിശാസ്ത്രജ്ഞൻ തനിക്ക് നഷ്ടപ്പെട്ട കിളിയെ കാത്തിരിക്കുന്നുണ്ട്. അവിടെ വെളുത്ത പൂക്കളുണ്ട്. അവർ മാത്രമുള്ള അവിടേക്ക് ആ നെൽവയലിൻ്റെ ഉടമ പാഞ്ഞു വരികയാണ്. അയാൾ വളരെ ദേഷ്യപ്പെട്ട് പക്ഷിശാസ്ത്രജ്ഞനോട് പറയുന്നു, നിങ്ങളുടെ ശിഷ്യഗണങ്ങളാണ് എൻ്റെ നെൽവയലുകൾ, നെൽക്കതിരുകളൊക്കെ കൊത്തി ഒളിക്കുന്നു. ആരോട് ചോദിച്ചിട്ടാണ്? അവരെൻ്റെ സമ്പത്ത് അപഹരിക്കുകയാണ്, നിങ്ങളുടെ ഉപദേശപ്രകാരമാണ് അവരിതൊക്കെ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് ഇയാളെ ക്രൂരമായിട്ട് മുറിവേൽപ്പിക്കുകയാണ്, അമ്പ് ചെയ്യുകയാണ്. പക്ഷെ അയാൾ അമ്പ് ചെയ്ത ഉടനെ തന്നെ അവിടെ മുഴുവൻ രക്തം നിറയുകയാണ്, രക്തനിറമാവുകയാണ്, ചുവപ്പ് നിറം. അവിടെ ഉണ്ടായിരുന്ന വെളുത്ത പൂക്കളൊക്കെ ചോക്കുന്നു. അയാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പിന്നെ നമ്മൾ കാണുന്നത് പക്ഷികൾ തിരിച്ചു വരുന്നു നെൽക്കതിരുകളുമായി. അവർ വരുമ്പോൾ അവരുടെ ഗുരുവിനെ കാണുന്നില്ല, അവരാകെ അലയുന്നു. അവസാനം അമ്പേറ്റ നിലയിൽ അതിനെ കാണുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ അവർ എന്ത് സംഭവിച്ചു ചോദിക്കുമ്പോൾ മുറിവേറ്റ കാര്യം പറയുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഒരുപക്ഷേ ഇതിൻ്റെ ഉടമയായിരിക്കാം, അയാളെ ഞങ്ങൾ കണ്ടിരുന്നു, അമ്പുമായി നടക്കുന്നത്, കൂരമ്പുകളുമായി അയാൾ ചുറ്റിത്തിരിയുന്നത് ഞങ്ങൾ കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. നമുക്കവനെ കൊത്തിക്കളയാം എന്നൊക്കെ അവർ പറയുമ്പോൾ പക്ഷിശാസ്ത്രത്തിന് അവരെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. കാരണം അയാൾ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നന്മയുടെയും പാട്ടുകാരനാണ്. അയാൾ പറയുന്നത്, ഒരിക്കലും വരുത്, സ്നേഹത്തിലൂടെ അവനെ തിരിച്ചു കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്, അവനെ ഉപദ്രവിക്കരുത് എന്നാണ് അപ്പോഴും അയാൾ പറയുന്നത്. തന്നെ അത്രയും ക്രൂരമായി മുറിപ്പെടുത്തിയ ആ കൂരമ്പെയ്ത അക്കിളിയോട്, ആ ജീവിയോട്, ആ മനുഷ്യനോട് പോലും ഇയാൾക്ക് ദേഷ്യമില്ല, അവനെ തിരിച്ചു കിട്ടണം എന്നുള്ളൊരാഗ്രഹമാണ്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഈ ഉടമ ഓടി വരികയാണ്. അയാൾ ആകെ അമ്പരന്നിട്ടുണ്ട്. അയാൾ പറയുന്നു, എൻ്റെ വയൽ നിറയെ ചുമന്ന നിറമായിരിക്കുന്നു, ഇതാ ഇവിടെ പൂക്കൾ ചുമന്ന നിറം. അവിടെയുള്ള ബാക്കി പക്ഷികളുടെ വയറിൽ അവരുടെ നനുത്ത അടിവയറുകളിലൊക്കെ ചുവന്ന വരകൾ. അപ്പോൾ ആകെ ചുവപ്പ്. അയാളാകെ ഭയക്കുന്നു. അയാളെ കണ്ടതോടെ ഗുരുവ് സന്തോഷത്തോടെ അയാളെ സ്വീകരിക്കുകയാണ് ചെയ്യണത്. അവന് സ്വർണ്ണച്ചിറകുകൾ നൽകാം, നിന്നെ എൻ്റെ കൂടെ ചേർക്കാം, നീ ഞങ്ങളോടൊപ്പം ചേരുമെന്നാണ് അയാൾ പശ്ചാത്തപിക്കുകയാണ്. മാത്രമല്ല കിളികൾക്കും അവനോട് പരാതിയില്ല, അവനെ കൂടെ കൂട്ടുകയാണ്. അവരൊറ്റ ഗണമായി മാറുകയാണ്. പക്ഷെ അപ്പോഴേക്കും ദയനീയാവസ്ഥയിലായ ഗുരുവിനെ അവർ ശരശയ്യയിൽ കിടത്തുകയാണ്. അയാളെ ഒരുപക്ഷെ ആ ഗുരുവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിൽ പോലും വലിയൊരു കാര്യമാണ് ഗുരു ചെയ്തത്, അല്ലേ? ആ മരണത്തിലൂടെ നന്മയും സ്നേഹവും, തന്നിൽ നിന്ന് പിരിഞ്ഞു പോയ വലിയ ഒരു നന്മയെ, തന്നിൽ നിന്ന് പിരിഞ്ഞു പോയ തൻ്റെ ഒരു സ്നേഹത്തിൻ്റെ കണികയെ സ്വന്തം ജീവിതം കൊണ്ട് തിരിച്ചു പിടിക്കുകയാണ് ആ പക്ഷിശാസ്ത്രജ്ഞൻ ചെയ്യുന്നത്. ഈ നാടകത്തിൽ നമ്മുടെ മഹാഭാരത കഥയുടെ 1-2 പരാമർശങ്ങൾ കാണുന്നുണ്ട്. അതിൽ ആദ്യ ഭാഗത്ത് ഒരു പരാമർശം വരുന്നുണ്ട്, എനിക്ക് ഒരു ചീര മതി എന്നാണ്, പാത്രത്തിലുള്ള ഒരു ചീര മതി എന്നാണ്. അത് മഹാഭാരത കഥയിലെ അക്ഷയപാത്രത്തിൻ്റെ ഒരു സൂചനയാണ്. നിങ്ങൾക്കറിയാലോ അക്ഷയപാത്രത്തിൻ്റെ. തന്നോടൊപ്പം കാട്ടിലേക്ക് പോകാനായിട്ട് പാണ്ഡവർ കാട്ടിലേക്ക് പോകേണ്ടി വന്നപ്പോൾ അവരോടൊപ്പം കുറേ ബ്രാഹ്മണരും അവരെ അനുഗമിച്ചു. അപ്പോൾ അവർക്ക് എങ്ങനെ ആഹാരം കൊടുക്കുമെന്നുള്ള ചിന്തയിൽ ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരനാകെ വിഷമിച്ചു. അപ്പോൾ സൂര്യദേവൻ യുധിഷ്ഠിരന് ഒരു പാത്രം നൽകുന്നുണ്ട്, അക്ഷയപാത്രം. ആ പാത്രത്തിൽ എപ്പോഴും പാഞ്ചാലി കഴിക്കുന്നത് വരെ ഭക്ഷണം ഉണ്ടാവും. അവരുടെ ഭാര്യയായ 5 പേരുടെയും ഭാര്യയായ പാഞ്ചാലി കഴിക്കുന്നത് വരെ ഭക്ഷണം ഉണ്ടാവും. അതിനുശേഷം അതിന് ഭക്ഷണം ഉണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കൽ ഇതറിഞ്ഞിട്ടും ഇവരെ പരീക്ഷിക്കാനായി ദുർവാസാവ് വരുന്നു. ദുർവാസാവ് കുളിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ഇവർക്ക് ദുർവാസാവ് മഹർഷിമാരുണ്ട്. ദുർവാസാവിൻ്റെ പ്രത്യേകത എന്തായാലും ക്ഷിപ്രകോപിയാണ്, ക്ഷിപ്രപ്രസാദിയുമാണ്. പെട്ടെന്ന് ദേഷ്യം വരും. ഒന്ന് പറഞ്ഞ് 2 ശപിക്കും, ശകുന്തളയെ ശപിച്ചതുപോലെ. എല്ലാ കഥയും പറയാൻ പറ്റില്ല. അപ്പോൾ അയാൾ കുളിക്കാനായിട്ട് അവർ പോകുന്നു. അപ്പോഴേക്കും ആഹാരം കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ അവരാകെ അമ്പരന്ന് പോയി. അവരുടെ പാഞ്ചാലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ഇനി പാത്രത്തിലൊന്നുമില്ല. ഈ ദുർവാസാവാകട്ടെ ശപിക്കും, അല്ലേ? ധർമ്മസങ്കടത്തിലായി. പെട്ടെന്നാണ് എപ്പോഴും എന്ന പോലെ പാഞ്ചാലിയെ രക്ഷിക്കാൻ എപ്പോഴും കൃഷ്ണൻ വരും, അല്ലേ? അത് അവിടെ എത്തുന്നു. തനിക്ക് ഭക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അക്ഷയപാത്രം ഒന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും അക്ഷയപാത്രം നൽകിയപ്പോൾ അതിനൊരു ചീരയുടെ ചെറിയ കഷ്ണം കണ്ടു. അത് കൃഷ്ണൻ കഴിച്ചിട്ട് സന്തോഷത്തോടെ മടങ്ങുന്നു. അതേസമയം തന്നെ കുളിച്ചുകൊണ്ടിരുന്ന ദുർവാസാവിനും കൂട്ടുകാർക്കും വയറ് നിറഞ്ഞതായി തോന്നുന്നു.
അവർക്കിനി ആഹാരം വേണ്ട, ആരോ അവരുടെ വയറ് നിറച്ചു എന്നാണ്. ആ ചെറിയ ചീരക്കറി ആ മുഴുവൻ മഹർഷിമാരുടെയും കൂട്ടാളികളുടെയും വയറ് നിറച്ചു. അവർ തിരിച്ചു വന്നിട്ട് ഭക്ഷണം ആവശ്യപ്പെടാതെ അനുഗ്രഹിച്ചു പോയി എന്നാണ്. ആ ഒരു സൂചനയാണ്, ആ ഒരു ചീര, ആ ഒരല്പം മതി എന്നുള്ളൊരു സൂചന ഇവിടെ ഈ പക്ഷിശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്. മറ്റൊന്ന് ഭീഷ്മരെ കുറിച്ചാണ്. ശരശയ്യയിലായ ഭീഷ്മർ, ആദ്യത്തെ പാഠത്തിൽ ഭീഷ്മരെ പരിചയിച്ചതാണ് അല്ലേ. ഭീഷ്മർ അവസാനം ആദ്യത്തെ കൗരവ പടയുടെ ആദ്യത്തെ സർവ്വ സൈന്യാധിപനായിരുന്നു ഭീഷ്മർ. ഭീഷ്മരാണ് ആദ്യമായി ഈ യുദ്ധം നയിച്ച ആള്. അദ്ദേഹം വീണപ്പോഴാണ് മറ്റുള്ളവർ, നമ്മൾ കണ്ടു, ഓർക്കണില്ലേ, കർണനെ ആക്കണം എന്ന് പറയണു, പക്ഷേ ദ്രോണരെ ആക്കും. നിങ്ങൾ പഠിച്ചതാണോ അല്ല? ഈ ഭീഷ്മർ അവസാനം ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഈ 18 ദിവസത്തെ യുദ്ധം കാണുന്നുണ്ട്. ആ ശരശയ്യയിൽ ആ തീരാവേദന അനുഭവിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ അവിടെ കിടന്ന് മഹാഭാരത യുദ്ധം മുഴുവനും കണ്ട് പാണ്ഡവർക്ക് ധർമ്മം വിജയിക്കുന്നത് കണ്ടതിന് ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. കാരണം അദ്ദേഹം സ്വച്ഛന്ത മൃത്യുവാണ്. എന്താണ് സ്വച്ഛന്ത മൃത്യു? ഇഷ്ടമുള്ളപ്പോൾ മാത്രം മരിച്ചാൽ മതി, അങ്ങനെ ഒരു വരം കിട്ടിയിട്ടുള്ള, അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഭീഷ്മർ ആണ്. ആ ശരശയ്യയിൽ ഭീഷ്മർ കിടന്നു. ആ മഹാഭാരത യുദ്ധം നടക്കുന്ന ദിവസങ്ങളിലൊക്കെ അർജുനൻ ജയിക്കുന്നതും കാത്ത്, ധർമ്മം ജയിക്കുന്നതും കാത്ത്. ഇവിടെ അതുപോലെ ഈ പക്ഷിശാസ്ത്രജ്ഞൻ, അന്ധനായ ഈ വനഗായകൻ, ഈ പക്ഷിശാസ്ത്രജ്ഞൻ അല്ലേ, ഗാന്ധിജിയെ പോലെ സർവശ്രേഷ്ഠനായ ഏതും ആചാര്യനെ പോലെ സ്നേഹം മാത്രം കൈമുതലായുള്ള ആ പാവം സന്യാസി വര്യൻ കാത്തിരിക്കുകയാണ് ശരശയ്യയിൽ. എന്തിനാണ്? ഈ ഭൂമിയിലേക്ക്, ഈ നാട്ടിലേക്ക് നന്മ തിരിച്ചു വരാൻ. തന്നിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോയ തൻ്റെ കുഞ്ഞ്, തൻ്റെ പക്ഷി, തന്നെ ഉപദ്രവിച്ചവനെങ്കിലും അവനോട് ക്ഷമിക്കാനും തയ്യാറായിക്കൊണ്ട് അയാൾ ശരശയ്യയിൽ മരണം കാത്തു കിടക്കുന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ത്യജിക്കുമ്പോഴും മറ്റൊന്ന് ഏറ്റവും മഹത്തരമായതൊന്ന് നേടാൻ അയാൾക്ക് സാധിക്കുന്നു. അതാണല്ലോ മഹാന്മാരങ്ങനെയാണ്. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാൻ അഭ്യുന്നതി, ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി, ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കുകയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം. നല്ല മനുഷ്യരെപ്പോഴും അങ്ങനെയാണ്. നന്മയ്ക്ക് വേണ്ടി സ്വയം ഇല്ലാതാകുന്നവരാണ്, സ്വയം ശൂന്യരാകുന്നവരാണ്. ഈ പക്ഷിശാസ്ത്രജ്ഞനും സംഭവിക്കുന്നത് അത് തന്നെയാണ്. ഈ കഥ സൂചിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട്. എന്താണ്? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, തനത് നാടകങ്ങളുടേതായ ചില സവിശേഷതകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇതിനകത്ത് പറയുന്ന ഈ പക്ഷിശാസ്ത്രജ്ഞൻ ലോക മനസാക്ഷിയാണ്, നന്മയുടെ പ്രതീകമാണ്, ഈ ഭൂമിയിൽ നന്മ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നേരത്തെ ഗാന്ധിയൻ ദർശനങ്ങൾ നമുക്ക് കാണാം. നമ്മൾ പിന്നെയും പൂക്കും ഈ ചില്ലകൾ, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെയും വിജയലക്ഷ്മിയുടെ കവിത എന്താണ് അതിനകത്ത് പറയണത്? എത്രയൊക്കെ വെട്ടിക്കളഞ്ഞാലും ഇവിടേക്ക് നന്മ തിരിച്ചു വരും എന്നാണ്. എത്രയൊക്കെ മരങ്ങൾ മുറിച്ചു കളഞ്ഞാലും ചില്ലകൾ ഇനിയും ഇവിടെ പൂക്കും എന്നാണ്. ആ ഒരു സന്ദേശം തന്നെയാണ് ഇവിടെയും തരുന്നത്. മനുഷ്യർ എത്രയൊക്കെ അധപ്പതിച്ചാലും, എത്രയൊക്കെ നശിച്ചു പോയാലും പൂർണ്ണമായി അവരില്ലാതാവുന്നില്ല, അവർക്ക് തിരിച്ചു വരാതിരിക്കാനാവില്ല. ഈ ഭൂമിയുടെ നന്മയിലേക്ക്, ഈ വിശാലതയിലേക്ക്, ഈ സ്വാതന്ത്ര്യത്തിലേക്ക്, ഈ സ്വത്വത്തിലേക്ക് നല്ല മനുഷ്യരായ എല്ലാവരും തിരിച്ചു വരുമെന്നുള്ള വലിയ ശുഭപ്രതീക്ഷയാണ് നാടകം പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ വക്താവ് നമ്മുടെ പക്ഷിശാസ്ത്രജ്ഞൻ തന്നെയാണ്. അയാൾ ഈ നന്മയുടെ, ലോക മനസാക്ഷിയുടെയും സ്നേഹത്തിൻ്റെയും പ്രകൃതിയുടെയും വിശുദ്ധിയുടെയും മഹത്തായ കാരുണ്യത്തിൻ്റെയും അടയാളമാണ്, മൂർത്തി രൂപമാണ് പക്ഷിശാസ്ത്രജ്ഞൻ. ഇതിൽ കാണുന്ന കിളികളുണ്ട്, അവരെത്ര നല്ല കിളികളാണ് അല്ലേ. അവർക്ക് ആരോടും വഴക്കില്ല, നിഷ്കളങ്കരായ, നിസ്വാർത്ഥരായ, വെളുത്ത ചിറകുകളുള്ള കിളികൾ, സ്വർണ്ണച്ചിറകുകളുള്ള വെളുത്ത കിളികൾ, വെള്ളപ്പൂക്കൾ. അവരെന്തിൻ്റെ പ്രതീകമാണ്? ഈ ഭൂമിയിലെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീകങ്ങളാണ്, നിഷ്കളങ്കതയുടെ പ്രതീകമാണ്. വേണമെങ്കിൽ നമുക്ക് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പ്രതീകമാണ്. എപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നവർ, എപ്പോഴും ഉപദ്രവിക്കപ്പെടുന്നവർ, ഈ ഭൂമിയിലെ നന്മയാണ് അവർ. ഈ ഭൂമിയിലെ കഷ്ടപ്പെടുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്, അർഹിക്കുന്ന പ്രതിഫലം കിട്ടാതെ പോകുന്ന, ചൂഷണം ചെയ്യപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന, അരികുവൽക്കരിക്കപ്പെടുന്ന സാധാരണക്കാരാണ് ഈ സാധു കിളികൾ. അവർക്ക് പകയില്ലല്ലോ. അവരുടെ കൂട്ടുകാരൻ ഒരാൾ പറന്നുപോയി എന്ന് ഗുരു പറയുന്നു. ഗുരുവിനെ തകർത്തവരാണ് അവരാ അവരാ ഉടമയെ കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അവരുടെ ഗുരു പറയുന്നു അരുതേ, അത് സ്വീകരിക്കുന്ന അത്ര നല്ല മനസ്സുള്ളവരാണ്. പിന്നീട് അവനെ കൂടി ഒരു ഇണക്കിളി പറയുന്നുണ്ട്, നമുക്ക് പറക്കാം എന്നല്ലേ, അവനെ കൂടെ കൂട്ടുന്നവരാണ്. അപ്പോൾ അത്രയും നല്ല മനുഷ്യർ ഈ ഭൂമിയിലെ, ഞാൻ നേരത്തെ പറഞ്ഞു, അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾ, അവരുടെ നിസ്വാർത്ഥമായ മനസ്സുമാണ് കിളികൾ. ഇനി ഇതിനകത്ത് നമ്മൾ കാണുന്ന ഉടമ ആരാണത്? ഈ ഭൂമിയുടെ തന്നെ അവകാശിയായ മനുഷ്യൻ. പക്ഷേ ഇതെൻ്റെ മാത്രമാണെന്ന് മനസ്സിലാക്കുന്ന ഭൗതികവാദത്തിൻ്റെ ഉടമയാണ് അയാൾ. ഇതെല്ലാം എൻ്റേതാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ, ഇതെനിക്ക് അവകാശപ്പെട്ടതാണ്, മറ്റുള്ളവരെ ആട്ടിയകറ്റിക്കൊണ്ട് എന്ത് ക്രൂരതയും ചെയ്യാത്ത മനുഷ്യൻ്റെ പ്രതീകമാണ് ഈ ഉടമ. നമുക്കറിയാലോ, ഈ ഭൂമിയിൽ ചിരിക്കാൻ കഴിയുന്നത് ആരാണ്? മനുഷ്യർക്ക് മാത്രമാണ് ഈ ഭൂമിയിൽ ചിരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി തനിക്ക് മാത്രമുള്ളതാണെന്ന് അവൻ അവകാശപ്പെടുന്നു. അവൻ അതിർത്തികൾ തിരിക്കുന്നു, മറ്റുള്ളവയെല്ലാം ആട്ടിപ്പായിക്കുന്നു.
എല്ലാം നശിപ്പിക്കുന്നു, എല്ലാം കൊയ്തൊടുക്കുന്നു. അവസാനം കണ്ടില്ലേ, ചുവപ്പാണ് അവൻ കാണുന്നത്. എന്താണ് ചുവപ്പ്? രക്തസാക്ഷിത്വമാണ്, ഒപ്പം അപകടവുമാണ്. നിലനിൽപ്പ് തന്നെ ഇല്ലാതാവുകയാണ്. മരങ്ങളുടെ വേരിറക്കുമ്പോൾ സ്വന്തം വേരാണ് ഇല്ലാതാകുന്നത്. നാളെ എവിടെ അവൻ ജീവിക്കും? ശുദ്ധമല്ലാതായാൽ, ഓക്സിജൻ ഇല്ലാതായാൽ, മണ്ണില്ലാതായാൽ, വെള്ളമില്ലാതായാൽ എവിടെ അവൻ ജീവിക്കും? അവൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി എന്ന സൂചനയാണ് ആ ചുവപ്പ് നിറം. ആ ചുവപ്പ് അപായത്തിൻ്റെ സൂചനയാണ്. അത് അവനെ തിരിച്ചറിവിലേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും വെളുപ്പാകാൻ അവൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ചുവന്ന അടയാളം അതാണ്. അപ്പോൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്ന ഈ ബിംബങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, സിമ്പലുകൾ. ഇവരെ പറയാൻ നമ്മുടെ നാടകകൃത്ത് നമ്മളോട് ഈ തനത് നാടകത്തിലൂടെ, പരീക്ഷണ നാടകത്തിലൂടെ പറയാൻ ആഗ്രഹിച്ചത് അതാണ്. ഈ ഭൂമി ഇനിയും നശിച്ചു പോയിട്ടില്ല. ഇവിടെ ഇപ്പോഴും നന്മയുണ്ട്. പക്ഷിശാസ്ത്രജ്ഞനെ പോലെ നല്ല മനുഷ്യർ ജനിക്കുന്നുണ്ട്. നിസ്സഹായരായി ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകളുണ്ട്. ക്രൂരരായ അധിപന്മാരുണ്ട്. എങ്കിലും ഇതൊക്കെ തിരിച്ചു പിടിക്കാനും ശാശ്വത ശാന്തി സമാധാനവും ഭൂമിയുടെ ആവാസ വ്യവസ്ഥ നിലനിർത്താനും ലോകമേ തറവാട് വസുധൈവ കുടുംബകം എന്ന സങ്കല്പത്തിലേക്ക് വളരാനുമുള്ള ഒരു വലിയ പ്രതീക്ഷ നാടകം നൽകുന്നുണ്ട്. ഈ നാടകം മൊത്തം ഞാൻ നേരത്തെ നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള രീതിയിലുള്ളൊരു നാടകമാണ്. ഇതിനകത്ത് പാട്ടുകളുണ്ട്. ഇടയ്ക്ക് ആ പാട്ടൊക്കെ നല്ല നാടൻ പാട്ടിൻ്റെ താളത്തിൽ, ഈ കാവാലത്തിൻ്റെയൊക്കെ പാട്ടുകളുണ്ട്. നമുക്കത് പാടാൻ കഴിയും. നാടകം പ്രത്യേക രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാനും സാധിക്കും. അപ്പം അത്തരം സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തുക. ഈ പുതിയ നാടകത്തിൻ്റെ മുഖം പഠിക്കുക. ഈ മണ്ണിനെയും പ്രകൃതിയെയും മരങ്ങളെയും സ്നേഹിക്കാൻ പഠിക്കുക. ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നുള്ള ഗാന്ധിയൻ ദർശനം അല്ലേ? ആവശ്യത്തിനുണ്ട്, അനാവശ്യത്തിനില്ലെന്നാണ്. ഭൂമി ആവശ്യത്തിനുണ്ട്. നമുക്ക് അനാവശ്യങ്ങൾ കൂടുമ്പോഴാണ് തികയാതെ വരുന്നത്. ലളിതമായ ജീവിത സങ്കല്പങ്ങളുണ്ടെങ്കിൽ ഭൂമി തന്നെ ധാരാളമാണ് എന്ന ഗാന്ധിയൻ ദർശനമാണ് ഈ നാടകം തരുന്നത്. ചോദ്യോത്തരങ്ങൾ പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന നാടകത്തിൽ അവതരിപ്പിക്കുന്ന പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് പ്രധാന ആശയം? ആദ്യത്തെ ആശയം എന്താണ്? പരിസ്ഥിതി, മലിനമായിക്കൊണ്ടിരിക്കുന്ന പരിസ്ഥിതി. മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, പ്രകൃതിയെ ചൂഷണം ചെയ്യുക, പ്രകൃതിയെ ഇല്ലാതാക്കുക, വനനശീകരണം പോലെയുള്ള പരിസ്ഥിതിയുടെ മേലുണ്ടാകുന്ന എല്ലാത്തരം ആഘാതങ്ങളും, പരിസ്ഥിതിക്ക് മേലെ നടക്കുന്ന എല്ലാ അക്രമങ്ങളും, അതിനെയാണ് പ്രതീകാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം കിളികൾക്ക് താമസിക്കാൻ വീടില്ല, അവർക്ക് ചുറ്റുമുള്ള മരങ്ങൾ മുറിപ്പെടുത്തിയിരിക്കുന്നു, അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. അതൊക്കെ അതിനകത്ത് പിന്നെ ആ ഉടമയായിട്ട് വരുന്ന ആളുടെ സർവാധിപത്യം, അയാളുടെ സ്വേച്ഛാധികാരം, അതൊക്കെയുള്ള സൂചനകളുണ്ട്. മനുഷ്യൻ്റെ സ്വാർത്ഥത, പ്രകൃതി ഇല്ലായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ പ്രകൃതിക്ക് മേൽ നടത്തുന്ന എല്ലാത്തരം അതിക്രമങ്ങളെയുമാണ് പ്രധാന ആശയം. അതാണ്. മറ്റൊന്ന് പക്ഷിശാസ്ത്രജ്ഞൻ. ഞാൻ വളരെ വിശദമായി തന്നെ പറഞ്ഞതാണ്, ഇനി ആവർത്തിക്കുന്നില്ല. നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഗാന്ധിയൻ ദർശനങ്ങളുള്ള പക്ഷിശാസ്ത്രജ്ഞൻ ലോകത്തിൻ്റെ ഇനിയും കെടാത്ത മനസാക്ഷിയാണ്. ഈ ഭൂമിയിൽ ഇനിയും ബാക്കിയായിട്ടുള്ള നന്മയുടെ സിമ്പലാണ്. ഇനി പക്ഷികൾ ആരാണ്? പക്ഷികളും ഇവിടെ ഈ ഭൂമിയിൽ ചൂഷണം ചെയ്യപ്പെടുന്ന നിഷ്കളങ്കരും നിസ്വാർത്ഥരുമായ എന്നാൽ പകയില്ലാത്ത സാധാരണ മനുഷ്യരുടെ പ്രതീകമാണ്. പ്രകൃതിയുടെ നന്മയുമാണ് പക്ഷികൾ. മറ്റൊന്ന്, ഈ നാടകത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഇതിൻ്റെ കാതലായ സന്ദേശം. മനുഷ്യൻ ഭൂമിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ഭൂമിയെ വീണ്ടെടുക്കുന്നുണ്ട്. നല്ല മനുഷ്യർ ഭൂമിയെ വീണ്ടെടുക്കുന്നുണ്ട് അല്ലേ? സ്വാർത്ഥരായ മനുഷ്യർ ഇത് വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പക്ഷിശാസ്ത്രജ്ഞരെ പോലെയുള്ളവർ ഈ ഭൂമിയെ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാളോടൊപ്പം നിൽക്കാൻ ഇവിടുത്തെ സാധാരണക്കാർക്ക് സാധിക്കുന്നുണ്ട്. ഒരു മടങ്ങി വരവുണ്ട്. ഭൂമിയുടെ ഒരു തിരിച്ചു വരവ് ഈ നാടകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഭൂമി അങ്ങനെയാണല്ലോ അല്ലേ? ONV കവിതയുണ്ട്, കാണെ കാണെ വയസ്സാവുന്നു മക്കൾക്കെന്നാലമ്മേ നവതാരുണ്യം അല്ലേ? മക്കൾക്കൊക്കെ വയസ്സാവുന്നു, ബാല്യകൗമാര യൗവനങ്ങളിലൂടെ അവർ മരണത്തിലേക്ക് നീങ്ങുന്നു. പക്ഷെ ഭൂമിയോ ഓരോ കാഴ്ചകളിൽ സുന്ദരിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ONV പാടുന്നുണ്ട്. ആ ഭൂമിയുടെ ഒരു തിരിച്ചു വരവാണ് ഈ നാടകത്തിൽ ആവിഷ്കരിക്കുന്നത്. മറ്റൊന്ന്, ഇതിൽ കാര്യങ്ങൾ നേരിട്ട് പറയുന്നില്ലല്ലോ. ഇപ്പോൾ പക്ഷിശാസ്ത്രജ്ഞൻ ആരാണ്? ഗാന്ധിജിയാണെന്ന് പറയാം നമുക്ക് അല്ലേ? ക്രിസ്തുവാണെന്ന് പറയാം. ആ ദർശനം, കാരണം ഉപദ്രവിച്ചവനോട് പോലും പകയില്ലാതെ അവനോടും ഹൃദയത്തോട് ചേർക്കുന്ന കരുണ, അതാണ് ഗാന്ധിയൻ ആദർശങ്ങളുടെ ഒരു ഗാന്ധിജിയുടെ തത്വങ്ങൾ അല്ലെ? അഹിംസാ സിദ്ധാന്തം, ഹിംസിക്കരുത്, മനസ്സാ വാച കർമ്മണ ആരെയും ദ്രോഹിക്കരുത് എന്നുള്ള മഹത്തായ ദർശനമാണ്. തന്നെ ഉപദ്രവിച്ചവരോട് വിരോധമില്ല, അവരോട് വിരോധം അരുതേ എന്ന് തൻ്റെ ശിഷ്യരോട്. അതാണ് ഏറ്റവും വലുത്. തനിക്ക് വിരോധമില്ലാതിരുന്നിട്ട് കാര്യമില്ല, അയാൾ ഇനി അവശനാണ്. പക്ഷേ തൻ്റെ കൂട്ടത്തിലുള്ളവരോട് പോലും നല്ല ഒരു ഉപദേശം നൽകി തിരിച്ചു കൊണ്ടുവരാൻ, ആ വെളുപ്പിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ, ചുവപ്പിൽ നിന്ന് വെളുപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശക്തി ആ ഗാന്ധിയൻ ദർശനങ്ങളുള്ള പക്ഷിശാസ്ത്രജ്ഞനുണ്ട്. അത് പ്രതീകാത്മകമാണ്.
നാടകം പ്രതീകാത്മകമായാണ് നമ്മളോട് സംവദിക്കുന്നത്, നേരിട്ട് അല്ല. രണ്ടാമത്തെ ചോദ്യം, ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രക്കാരൻ, ഉടമ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം ചില മനോഭാവങ്ങളെയും ജീവിതാവസ്ഥകളെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്ത് ഈ നാടകത്തിൻ്റെ സമകാലിക പ്രസക്തി വിമർശനാത്മകമായി വിലയിരുത്തുക. ഇവരാരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞതാണ്, ഇനി ആവർത്തിക്കണില്ല. ആരൊക്കെയാണെന്ന് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞാൽ, പക്ഷിശാസ്ത്രക്കാരൻ ആരാണ് പറഞ്ഞതാണ്, ഉടമ അത് ഞാൻ പറഞ്ഞതാണ്. പിന്നെ അതിനകത്ത് പറയാത്തത് സമകാലിക പ്രസക്തിയാണ്. ഈ വിഷയം എന്താണ് സമകാലിക പ്രസക്തി? എല്ലാ കാലത്തും പ്രസക്തമാണ്. ഇന്നും ഇതൊക്കെ നടക്കുന്നുണ്ട്. അല്ലേ, നമുക്കറിയാം, ഒരു വലിയ വെള്ളപ്പൊക്കം വന്നാൽ, ഒരു ന്യൂനമർദ്ദം വന്നാൽ, ഉരുൾപൊട്ടലുകൾ, ഈ വർഷം മാത്രമാണ് വലിയ അപകടമൊന്നും നമ്മൾ കേൾക്കല്ലേ എന്ന് ആഗ്രഹിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ ഭയപ്പെടുത്തിക്കൊണ്ടുണ്ടായ ദുരന്തങ്ങൾ, മിന്നൽ പ്രളയങ്ങൾ, നമ്മുടെ ഭൂമി ഒട്ടും സേഫല്ല. കോവിഡ് പോലെയുള്ള ദുരന്തങ്ങൾ, പേമാരി, വെള്ളപ്പൊക്കം എവിടെയോ നടക്കുന്നു എന്ന് നമ്മൾ വിചാരിച്ചിരുന്നതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എന്താണ് ഈ വലിയ ദുരന്തങ്ങൾക്ക് കാരണം, പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണം എന്താണ്? നമ്മൾ തന്നെ പ്രകൃതിയെ ചൂഷണം ചെയ്ത്, നിങ്ങൾ കേട്ടിട്ടില്ല, ഡൽഹിയിലൊക്കെ ഓക്സിജൻ ഒരു പ്രത്യേക സമയമാകുമ്പോൾ ഓക്സിജൻ ഇല്ല, ഓക്സിജനൊക്കെ കാശ് കൊടുത്ത് കൊണ്ടു നടക്കുന്ന ഒരവസ്ഥ. നമുക്ക് എത്രയോ സൗജന്യമായി നമ്മുടെ മരങ്ങൾ തരുന്ന ഒരു അനുഗ്രഹമാണ്. അത് തിരിച്ചറിയാതെ അവരെയൊക്കെ നോവിച്ചതുകൊണ്ടാണ്. വികസനം എപ്പോഴും, നേരത്തെ അബ്ദുൽ കലാം പറഞ്ഞ പ്രസംഗം ഓർക്കുക, വികസനം എപ്പോഴും പരിസ്ഥിതിയെ നോവിക്കാതെ വേണം. ഇവിടെ ഫാക്ടറികൾ വേണം, അല്ലേ, വ്യവസായശാലകൾ വേണം, ശാസ്ത്രം പുരോഗമിക്കണം, പക്ഷേ നിലവിലുള്ളതിനെ വിഷമയമാക്കാതെ, വികൃതമാക്കാതെ വേണം എന്ന വലിയ സന്ദേശം ഇന്നത്തെ കാലത്തും ഈ വിഷയത്തിന് പ്രസക്തിയുണ്ട്. മനുഷ്യനുള്ളിടത്തോളം കാലം, കാരണം പ്രകൃതി മനുഷ്യൻ്റെ ആധാരമായതുകൊണ്ട്, മണ്ണ് മനുഷ്യൻ്റെ ആധാരമായതുകൊണ്ട്, മണ്ണ് മനുഷ്യന് ഉള്ളിടത്തോളം കാലം ഈ വിഷയത്തിനും പ്രസക്തിയുണ്ട്. അടുത്ത ചോദ്യം, ചിറകുവെച്ച ചിന്തകൾ, തീ പിടിച്ച സ്വപ്നങ്ങൾ, ഇത്തരം പ്രയോഗങ്ങൾ അതൊക്കെ സവിശേഷമായ പ്രയോഗങ്ങളാണ്. വെറും വാക്കുകളാണോ? അല്ല, അതിനൊക്കെ സവിശേഷമായ അർത്ഥമുണ്ട്. ചിറക് വെച്ച ചിന്തകൾ എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തകളെ കുറച്ചുകൂടി സ്വാതന്ത്ര്യമുള്ള ചിന്തകൾ. നമ്മുടെ മനസ്സിലൊക്കെ ചിന്തകൾ ഉണ്ടാവും, കുറേ ചിന്തകൾ ഉണ്ടാവും, പക്ഷെ അതിന് ചിറക് വന്നാലോ അത് പറക്കും. പുതിയ പുതിയ ചിന്തകൾ, നല്ല നല്ല ചിന്തകൾ, പുതിയ സ്വപ്നങ്ങൾ, സ്വാതന്ത്ര്യത്തിലേക്ക് വളരാൻ സഹായകമായ ചിന്തകൾ, നന്മയ്ക്ക് വേണ്ടിയുള്ള ചിന്തകൾ, വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ചിന്തകൾ, പറക്കുന്ന ചിന്തകൾ, വളരുന്ന ചിന്തകൾ, വികസിക്കുന്ന ചിന്ത, നല്ല ചിന്തകൾ, ശക്തമായ ചിന്തകൾ, അതാണ്. തീ പിടിച്ച സ്വപ്നങ്ങൾ, സ്വപ്നങ്ങൾ നമുക്ക് വളരെ സുഖമുള്ളതല്ലേ? സുഖമല്ലേ സ്വപ്നം കാണാനും സ്വപ്നത്തെക്കുറിച്ച് പറയാനും? തീ പിടിച്ച സ്വപ്നങ്ങൾ അത്ര സുഖമുള്ളതല്ല. ആ സ്വപ്നങ്ങൾക്ക് മുൻപിൽ തടസ്സങ്ങളുണ്ടാവും, പെട്ടെന്ന് നിറവേറുന്നവയല്ല. അത് കുറച്ച് ബുദ്ധിമുട്ടാതെ അവ നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല. സ്വപ്നമാണെങ്കിലും നിങ്ങൾക്ക് തന്നെ പഠിച്ച് മിടുക്കരാകണമെന്നുണ്ടല്ലേ, ഡോക്ടറാകണം, എഞ്ചിനീയർ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ട്. പുതിയ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ അവർ വേറെ പല കാര്യങ്ങളൊക്കെ പറയാറ്. പക്ഷേ ആ സ്വപ്നങ്ങളിലേക്ക് നടക്കുക എളുപ്പമല്ല. തീ പിടിച്ച സ്വപ്നങ്ങൾ തന്നെയാണത്. അതിലേക്ക് നടക്കണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ വിഷമിക്കണം, പ്രതിസന്ധികളെ തരണം ചെയ്യണം. ആ പ്രയോഗങ്ങളൊക്കെ സവിശേഷ സൗന്ദര്യം ഉള്ളവയാണ്. അത്തരത്തിലുള്ള വേറെയും പ്രയോഗങ്ങൾ, ശൈലികൾ, നമ്മുടെ ഭാഷയുടെ മുത്താണത്, വേറെയും ഉണ്ട്. ഏതൊക്കെയാണ്? വിണ്ണിൻ മക്കൾ, ഈ നാടകത്തിൽ പല പ്രാവശ്യം പറയുന്ന ഒരു വാക്കാണ് വിണ്ണിൻ മക്കൾ, സ്വർഗത്തിലെ മക്കൾ എന്നാണ്. ഒരു ദൈവികാംശം, ഒരു ദൈവികത, ഈ ഒരു വിശുദ്ധി കാണിക്കാനാണ് ആ കിളികളെ സൂചിപ്പിക്കുമ്പോൾ പലപ്പോഴും. ശരശയ്യ, അത് മഹാഭാരതത്തിലെ നമ്മളതൊരു ശൈലിയാണ്, ശരശയ്യ എന്ന് പറയുന്നത്. ഭീഷ്മർ കിടന്നതാണ് ശരശയ്യയിൽ, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകുമ്പോൾ, മുറിവുകളുണ്ടാകുമ്പോൾ നമ്മൾ ശരശയ്യയിലാണെന്ന് പറയാറുണ്ട്. പുരാണത്തിൽ നിന്ന് വന്ന ഒരു മനോഹരമായൊരു ശൈലിയാണത്. തെണ്ടികളുടെ പർദീസ എന്നതിനകത്ത് കണ്ട വേറൊരു വാക്കാണ്. എന്താണത്? ഇല്ലാത്തവരുടെ ലോകം, ഇല്ലാത്തവരുടെ സൗഭാഗ്യങ്ങൾ, ഇല്ലാത്തവൻ്റെ പർദീസ എന്ന് പറയുന്നത് ചെറുതായിരിക്കും, മറ്റുള്ളവരെ സംബന്ധിച്ച് അത് നിസ്സാരമായിരിക്കും, പക്ഷെ അവനെ സംബന്ധിച്ച് അത് പർദീസയാണ്. അത്തരം പ്രയോഗങ്ങൾ. അടുത്ത ചോദ്യം, കിളികളെല്ലാവരും കൂടി ഓരോ കൊത്ത്, അയാൾ രക്തം പാർന്ന് വെയിലത്ത് വാടി വീഴും, ആ പാടത്തിനൊത്ത നടുവിൽ പക്ഷിശാസ്ത്രക്കാരൻ, അയ്യോ വേണ്ട, എൻ്റെ പൊന്നുംകുടങ്ങളെ കൊത്തണ്ട, ആ രക്തം കൊണ്ട് കുഴയ്ക്കണ്ട. നമ്മൾ കണ്ട നമ്മുടെ നാടകത്തിലെ രണ്ട് മനോഭാവങ്ങളാണ്, അല്ലെ? കിളികൾ പറയുന്നത് എന്താ? അവർ സ്വാഭാവികമായി പ്രതികരിക്കുന്നു, പക്ഷെ അതിനെപ്പോലും തടയുന്നു വിശാല മനസ്സുള്ള പക്ഷിശാസ്ത്രജ്ഞൻ. നോക്കൂ, മലയാളത്തിൻ്റെ വൈലോപ്പിള്ളിയുടെ 4 വരി കവിത. ആകുമോ ഭവാന്മാർക്ക് നികത്താൻ ലോക സാമൂഹ്യ ദുർനിയമങ്ങൾ, സ്നേഹസുന്ദര പാതയിലൂടെ വേഗമാവട്ടെ വേഗമാവട്ടെ എന്ന കവി ആവശ്യപ്പെടണത് നിങ്ങൾക്ക് സാധിക്കുമോ? സ്നേഹസുന്ദര പാത, സ്നേഹത്തിൻ്റെ സുന്ദരമായ വഴി, സ്നേഹത്തിൻ്റെ സുഗമമായ വഴിയിലൂടെ ഈ ലോകത്തിൻ്റെ ദുർനിയമങ്ങൾ, ചീത്ത നിയമങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമോ? സ്നേഹത്തിലൂടെ തിന്മയെ നന്മ കൊണ്ട് നേരിടാനാകുമോ? തിന്മയെ തിന്മ കൊണ്ടല്ല, തിന്മയെ നന്മ കൊണ്ട് നേരിടാനാകുമോ എന്നാണ് കവി ചോദിക്കുന്നത്. തെറ്റ് ചെയ്യുന്നവരെ സ്നേഹത്തോടെ സ്വീകരിക്കാനാവുമോ?
സ്നേഹത്തോടെ തിരുത്താനാവുമോ എന്നാണ്. രണ്ടിലെയും സമകാലിക, രണ്ടും താരതമ്യം ചെയ്യാനാണ് പറയുന്നത്. എപ്പോഴും താരതമ്യം ചെയ്യാനൊരു ചോദ്യം വന്നാൽ എങ്ങനെ എഴുതാം? അത് മാർക്കിനനുസരിച്ചാണ്. 6 മാർക്കിൻ്റെയൊക്കെ ആണെങ്കിൽ വിശദമായി തന്നെ എഴുതണം. വയലാർ വാസുദേവൻ പിള്ളയുടെ നാടകത്തിലെ ആ 2 മനോഭാവങ്ങളും സൂചിപ്പിക്കണം, കിളികളുടെയും പക്ഷിശാസ്ത്രത്തിൻ്റെയും. പിന്നെ നമ്മുടെ വൈലോപ്പിള്ളിയുടെ വരികളുടെ ആശയം എഴുതണം. താരതമ്യം അവസാനത്തെ പാരഗ്രാഫിലാണ് വരേണ്ടത്. എന്താണത്? ഈ 2 കവിതയിലും ഈ നാടകത്തിലും പരാമർശിക്കുന്നത് സമാനമായ കാര്യമാണ്. ലോക സമാധാനത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ സന്ദേശമാണത്, അല്ലേ? ദ്രോഹിക്കുന്നവരെ, വേദനിപ്പിക്കുന്നവരെ പോലും സ്നേഹം കൊണ്ട് കീഴടക്കാനും അവരെ കൂടി തിരിച്ചെടുക്കാനും അങ്ങനെ നഷ്ടങ്ങളില്ലാതെ പൂർത്തിയാക്കാനുമുള്ള വലിയ സന്ദേശമാണ് മഹത്തായി 2 എഴുത്തുകാരും നൽകുന്നത്. ഗുരുവിൻ്റെ മുഖത്ത് ഗുരുമുഖം, എന്താ വ്യത്യാസം? ഏതാ എളുപ്പം? ഗുരുമുഖം എന്ന് പറയുമ്പോൾ എന്ത് സുഖമാണ്, പദലാഭം, സമയലാഭം, മനോഹരമാണ് ഗുരുമുഖം. ഗുരുവിൻ്റെ മുഖം കുഴപ്പമൊന്നുമില്ല, എൻ്റെ എന്നുള്ള സംബന്ധികാ പ്രത്യയം ചേർന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിഭക്തിക്കുറി കൂടാതെ പദങ്ങളെ ചേർത്ത് പറയുന്നതാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും 1 മാർക്കിന് ചോദിക്കുന്നതാണ് ഘടകപദങ്ങളാക്കുക. അതിൻ്റെ നിയമം പഠിച്ചാൽ നിങ്ങൾക്ക് അത് വളരെ എളുപ്പമാണ്. നമ്മൾ വിഗ്രഹിക്കുമ്പോൾ എപ്പോഴും ശരിയായ അർത്ഥത്തിൽ വിഗ്രഹിക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. അച്ഛനും അമ്മയും, എങ്ങനെയാണ് അത് ചേർത്ത് പറയണത്? അച്ഛനമ്മമാർ എന്നാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്കത് പിരിക്കാമല്ലോ. നിങ്ങൾ നോക്ക്, അച്ഛൻ്റെ അമ്മ, അല്ലേ? അപ്പോൾ അർത്ഥം മാറിപ്പോവും. എപ്പോഴും അർത്ഥം നോക്കിയിട്ട് വേണം പദങ്ങൾ വിഗ്രഹിക്കേണ്ടത്. തലവേദന, തലയിലെ വേദനയാണ് തലവേദന, തലയുടെ വേദനയല്ല. തലയും വേദനയുമല്ല, തലയാവുന്ന വേദനയല്ല. അർത്ഥം നോക്കുക. അർത്ഥം നോക്കി പദങ്ങളെ പിരിക്കുകയാണെങ്കിൽ ആ മാർക്ക്, ഏത് വാക്ക് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഇത് മുഴുവൻ കാണാതെ പഠിക്കണം, അതിൻ്റെ ആവശ്യമില്ല. ശാസ്ത്രീയമായിട്ട് അത് പഠിച്ചാൽ ഏത് വാക്കും ഘടകപദങ്ങളാക്കാൻ എളുപ്പമാകും. 2 മാർക്കിന് അത് മിക്കവാറും ഉണ്ടാകാറുണ്ട്. കൈവിരൽ എങ്ങനെയാണ്? കയ്യിലെ വിരൽ, അങ്ങനെയാണ് കേട്ടോ. കൈയുടെ വിരലല്ല, കയ്യിലെ വിരൽ എന്നാണ്. തേങ്ങാപ്പാൽ, തേങ്ങയുടെ പാൽ. നെൽക്കതിർ, അതെപ്പോഴും ചോദിക്കാറുള്ളൊരു വാക്കാണ് കേട്ടോ. നെല്ലിൻ്റെ കതിര്, നെൽക്കതിർ, നെല്ലിൻ്റെ കതിര്. കാട്ടരുവി, ഇങ്ങനെ വിഗ്രഹിക്കുക. കാടുമരുവി എന്നാണോ? കാടാകുന്ന അരുവി എന്നാണോ? കാടിൻ്റെ അരുവി എന്നാണോ? അല്ല, കാട്ടിലെ, ആണ് പ്രതിഗ്രാഹിക. കാട്ടിലെ അരുവി. മലഞ്ചെരിവ്, മലയുടെ ചെരിവ്. എപ്പോഴും വാക്കുകൾ വിഗ്രഹിക്കുമ്പോൾ ശ്രദ്ധിച്ച് അർത്ഥം നോക്കി 2-3 പ്രാവശ്യം മനസ്സിൽ പറഞ്ഞു നോക്കുക. ഇങ്ങനെ അർത്ഥം നോക്കി വിഗ്രഹിക്കുക. പൂന്തോട്ടം, എങ്ങനെയാണത്? പൂക്കളുടെ തോട്ടം എന്നാണോ? പൂക്കളുള്ള തോട്ടം. പൂക്കളുടെ തോട്ടം എന്ന് പറഞ്ഞാൽ വലിയ തെറ്റില്ല. പൂക്കളുള്ള തോട്ടം, പൂക്കളുടെ തോട്ടം അതിൽ തെറ്റില്ല. ആൽത്തറ, ആലിൻ്റെ തറ. വയൽക്കര, വയലിൻ്റെ കര. ഇങ്ങനെ നമുക്ക് പദങ്ങളെ ഘടകപദങ്ങളാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പാഠം ഇവിടെ തീരെയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ടീച്ചർ കുറേ വർഷം മലയാളം പഠിപ്പിച്ചു. പിന്നെയും പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു സംരംഭം തുടങ്ങിയത്, റിട്ടയർ ചെയ്തതുകൊണ്ട്. പക്ഷേ ഒരു കുട്ടി എന്നോട് ചോദിച്ചിരുന്നു ഈ പാഠത്തിൽ ക്ലാസ് ഇടാമോ എന്ന്. വളരെ സന്തോഷത്തോടെ, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി നന്നായി ഒരുങ്ങിയാണ് ഈ ക്ലാസ് തയ്യാറാക്കിയത്. വളരെ സന്തോഷം. ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ സന്തോഷം. നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരോട് പറയാനും മറക്കരുത്. നിങ്ങൾ പ്രോത്സാഹനം തന്നാലാണ് ഞാൻ ഇനിയുമുള്ള ക്ലാസ്സുകൾ ഞാൻ ഇതുപോലെ ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രകൃതി നശിച്ചിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടുമില്ല. ഈ ഭൂമിയിൽ നന്മയുള്ളിടത്തോളം, നല്ല മനുഷ്യരുള്ളിടത്തോളം എല്ലാ തിന്മകളെയും തിരിച്ചു പിടിച്ച് അതിജീവിച്ച് ഈ മണ്ണ് സുന്ദരമായി തന്നെ തുടരും. എല്ലാവർക്കും അവകാശപ്പെട്ട ഈ മണ്ണ് ഒരിക്കലും ഇല്ലാതാകുന്നില്ല, നന്മയും അവസാനിക്കുന്നില്ല. അവസാന നിമിഷത്തിലെങ്കിലും നന്മ തിരിച്ചു വരുമെന്ന ഏറ്റവും വലിയ സുന്ദരമായൊരു പ്രതീക്ഷയാണ് ഈ തനത് നാടകം നമുക്ക് തരുന്നത്. ഓക്കെ, ബൈ.